നാളെ ഇന്ന് വിചാരിച്ച് നമുക്ക് ജീവിക്കാനൊന്നുമില്ല. നമ്മൾ കുറേ കോട്ട്സും കുറേ റീൽസൊക്കെ കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഉള്ള ഒരു നിമിഷയില്ലേ, അത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. വളരെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് കഴിഞ്ഞ 28-ാം തീയതി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ ഭാഗ്യം കൊണ്ടാണോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണോ അതോ എൻ്റെ അമ്മച്ചിയുടെയും എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെയും പ്രാർത്ഥന കൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്ക് അധികം ഇഞ്ചുറിയൊന്നും ഉണ്ടാകാതെ തന്നെ ഞാൻ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതാണ് ഹോസ്പിറ്റലിൽ ഞാൻ സ്റ്റേ ചെയ്യുന്ന റൂം. ഞാൻ എടുത്തത് സിംഗിൾ റൂമായിരുന്നു. ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ 9th ഫ്ലോറായിരുന്നു. അതുകൊണ്ട് തന്നെ ഐ ക്യാൻ സീ ദ ഹോൾ എറണാകുളം സിറ്റി. ആക്സിഡൻറ്റിൽ എൻ്റെ കാലിനായിരുന്നു ഇഞ്ചുറി പറ്റിയത്. എൻ്റെ കാലിൻ്റെ മസിലിൻ്റെ അവിടെ കൊണ്ട് നല്ല ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടായിരുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സോ ഡോണ്ട് മൈൻഡ് മൈ ദിസ് പാട്ട് ലുക്ക്. ഒന്നും ചെയ്തിട്ടില്ല. മിനിങ്ങാന്ന് ഹോസ്പിറ്റലിൽ വന്ന വഴി കിടക്കുവാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വൈറ്റിലുള്ള വെൽകെയർ ഹോസ്പിറ്റലിലാണ്. നമ്മുടെ വൈറ്റിലയിൽ തൈക്കുളത്തിൻ്റെയും വൈറ്റില നമ്മുടെ ഫ്ലൈ ഓവർ കയറത്തില്ല, അതിൻ്റെയും സെൻറ്ററിലൊരു സീബ്ര ലൈൻ ക്രോസ് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി. ക്രോസ് ചെയ്യുമായിരുന്നു സീബ്ര ലൈനിൽ കൂടെ. അപ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക, ഈ സൈഡിൽ കൂടെ നോക്കുമ്പോൾ ഒരാൾ നല്ല സ്പീഡിലായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രണ്ടിലോട്ട് പോയിട്ട് ബാക്കോട്ട് ആഞ്ഞപ്പോഴേക്കും എൻ്റെ കാല് ഫ്രണ്ടിൽ ഇരിക്കണമായിരുന്നു. എൻ്റെ കാലിൽ തട്ടിയിട്ട് ആ ചേട്ടൻ്റെ ബാലൻസ് തെറ്റിയിട്ട് ആ ചേട്ടൻ വീണു. അവിടെ വണ്ടിയായിട്ട് ആ ചേട്ടൻ വീണു. അപ്പോൾ എൻ്റെ കാല് അത്രയും ഷോക്കിൽ വന്ന് കാലിൽ തട്ടിയപ്പോഴേക്കും കാല് ശരിക്കും മരവിച്ചു പോയി. എന്താ മുട്ട് താഴോട്ട് എനിക്ക് കാലില്ലാത്തൊരു ഫീല്. ആ ചേട്ടൻ വീഴുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ നിന്നിടത്തു നിന്ന് ഒരു കുറച്ച് അകലെയായിട്ട് ആ ചേട്ടൻ വീണത്. ഇത്രയും സ്പീഡ് വന്നത് കാരണം ബാലൻസ് തെറ്റിയിട്ട് ആ ചേട്ടൻ കുറച്ച് മാറിയാണ് വീണത്. അപ്പോൾ ആ ചേട്ടൻ എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി പോകാൻ പോയപ്പോഴേക്കും എനിക്ക് കാല് അനക്കാൻ പറ്റണില്ല, കാല് മരവിച്ചു പോയി. അപ്പോൾ മുട്ടിന് താഴെ നോക്കുമ്പോഴേക്കും കാല് പൊട്ടിയിരിക്കണം. എൻ്റെ കാലിൻ്റെ മസിലിൻ്റെ അവിടെയായിട്ട് കാല് പൊട്ടി ചോര വരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ആ മീഡിയത്തിലിരുന്നു. ഞാൻ മീഡിയം എത്താറായിട്ടുണ്ടായിരുന്നു ക്രോസ് ചെയ്തിട്ട്. അപ്പോഴേക്കാണ് ഈ ചേട്ടൻ വന്നത്. ഞാൻ മീഡിയത്തിലേക്ക് ഇരുന്നു. കാല് ഞാൻ നോക്കുമ്പോഴേക്കും കാലിൻ്റെ അവിടെ ഒരു കുഴി പോലെ ഒരു അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് കുഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇടിച്ചതിൻ്റെ ഇതായിരിക്കാം. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഇതായി. എല്ലിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ, എന്താ പറയുക, സ്കിന്നൊക്കെ ശരിക്കും ജാമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡ് വരുന്നുണ്ട്, പക്ഷെ എനിക്ക് വേദനയില്ല. അപ്പോൾ ആൾക്കാരൊക്കെ കൂടി. ആ ചേട്ടനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് എൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും പറ്റിയോ ഒന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പുള്ളിക്കാരൻ വീണത് ഞാൻ കണ്ടു. വീണത് കണ്ട് പുള്ളിക്കാരൻ വണ്ടി എടുത്തുകൊണ്ട് ഒറ്റ പോക്കാണ് പോയത്. ആൾ നല്ല വീഴ്ചയാണ് വീണതും. എനിക്കതൊക്കെ ഭയങ്കര സങ്കടമായി. കാരണം ഹ്യൂമാനിറ്റി എന്ന് പറയണമെന്നുണ്ടല്ലോ. ഞാൻ ആ ചേട്ടൻ വീഴണ കണ്ടിട്ട് ഞാൻ അയ്യോ ആ ചേട്ടൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് നോക്കാൻ പോകുമ്പോഴാണ് എൻ്റെ കാല് മരവിച്ച് എനിക്ക് അനക്കാൻ പറ്റാത്ത അവസ്ഥ വന്നത്. തിരിച്ച് എനിക്ക് തോന്നുന്നത് സ്കൂട്ടറായിരുന്നു ആ ചേട്ടൻ ഓടിച്ചത്. അപ്പോൾ എന്താ പറയുക, ഒന്നെങ്കിൽ അതിൻ്റെ സെൻട്രൽ സ്റ്റാൻഡോ ഫുഡ് റെസ്റ്റോ എന്താ എൻ്റെ കാലിട്ട് ഇടിച്ചെന്ന് എനിക്കറിയാൻ പാടില്ല. ആ മസിലിൻ്റെ അവിടെ കൊണ്ടാണല്ലോ ഇഞ്ചുറി. എന്നെ ഇടിച്ചപ്പോഴാണ് ചേട്ടൻ്റെ ബാലൻസ് തെറ്റി ആ ചേട്ടൻ വീഴണത്. അപ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റുമോ ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ അച്ഛനെ കണ്ടിട്ടില്ല, വണ്ടി എടുത്ത് ഒറ്റ പോകായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ചുറ്റും കൂടി ചേട്ടന്മാരെ എവിടെ മോളെ ഇടിച്ച വണ്ടി എവിടെ നോക്കിയിട്ട് ആളെ കാണാനില്ല. ആള് പോയി കളഞ്ഞ്. നമ്മളിവിടെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. സംഭവം അവിടെ ക്യാമറ ചെക്ക് ചെയ്യാന്നൊക്കെ പോലീസുകാർ പറഞ്ഞിട്ടുണ്ട്. എനിക്കതാണ് ഏറ്റവും കൂടുതൽ സങ്കടമായത്. ഒരു ഹ്യൂമാനിറ്റിയിൽ ഒരാളിടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് പറ്റി എന്ന് ഒരു ചോദിക്കാനുള്ള ഒരു മനസ്സില്ലേ എന്നൊക്കെ ഒരു ഇതായിപ്പോയി എനിക്ക്. പക്ഷെ റോഡിൻ്റെ മീഡിയത്തിൽ ഇരിക്കുവാണല്ലോ, അപ്പോൾ ആൾക്കാർ കൂടി. അപ്പോൾ അതിലുണ്ടായിരുന്നൊരു ചേട്ടൻ റോട്ടിൽ കൂടി പോയ ഒരു കാറുകാരനെ കുറേ വണ്ടി നിർത്തിയില്ല കേട്ടോ. അതിലൊരു ചേട്ടൻ, പാവൻ ചേട്ടൻ, ആ ചേട്ടൻ വണ്ടി നിർത്തിയിട്ട് എന്നെ കയറ്റി. കൂടെ ഈ പുള്ളിക്കാരനും കയറിയിട്ട് ഏറ്റവും അടുത്തുണ്ടായിരുന്ന ഹോസ്പിറ്റലിലൂടെ വൈറ്റിലെ വെൽകെയർ ഹോസ്പിറ്റലായിരുന്നു. അപ്പം നേരെ വെൽകെയർ വന്നു. ഡോക്ടറെല്ലാം നോക്കിയിട്ട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു, ഫ്രാക്ചർ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രാക്ചർ ഒന്നുമില്ല, ഒരു കുഴപ്പം, എല്ലിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ടൈമിൽ
വീട്ടിൽ വിളിച്ച് പറഞ്ഞില്ല, കാരണം വീട്ടിൽ വെറുതെ ടെൻഷൻ അടിക്കും. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചത്, കാരണം അവൻ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തുണ്ടായിരുന്നത് അവൻ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ അവനെ വിളിച്ചു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും അവനും തിരിച്ചു വന്നു. അവൻ എടപ്പള്ളിക്ക് പോകുമായിരുന്നു. അവൻ എത്തിയവിടെ. പിന്നെ ഡോക്ടറിനോട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു അത് സ്റ്റിച്ച് ഇടാനുണ്ട്, മസിലിന് എന്തെങ്കിലും പറ്റിയോ നോക്കണം, കാരണം അത്രയും ആഴത്തിൽ വൂണ്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഇവിടെ അഡ്മിഷൻ എടുത്താലേ ബാക്കി പ്രൊസീജിയറുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വെൽകെയർ ഒരു പ്രീമിയം ഹോസ്പിറ്റലാണ്. ചിലപ്പോൾ എനിക്ക് അതിൻ്റെ എക്സ്പെൻസ് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഓൾറെഡി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അതിവിടെ എടുക്കുമോ എന്നുള്ളതും എത്ര രൂപ ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് അഡ്മിഷൻ എടുക്കാമെന്ന രീതിയാണ്. അപ്പോൾ അവർ വിളിച്ച് ചോദിച്ചപ്പോഴേക്കും ആക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അഡ്മിഷൻ എടുത്താൽ മതി എന്ന രീതിയിലായി. അപ്പോൾ പിന്നെ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ അഡ്മിഷൻ എടുത്ത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നത്. അപ്പോൾ എൻ്റെ കാലിന് സ്റ്റിച്ച് ഉണ്ട്, 3 ലെയർ ആയിരുന്നു സ്റ്റിച്ച് വരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒബ്സർവേഷനിലും കഴിഞ്ഞ് ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് അവരാണ് എല്ലാം കൈകാര്യം ചെയ്തത്. ക്ലെയിമിൻ്റെ അവിടെ പോയി സംസാരിച്ചതും അഡ്മിഷൻ എടുത്തതും വീട്ടുകാരെ അറിയിച്ചതും അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെല്ലാം ഫ്രണ്ട്സ് തന്നെയാണ്. 2 മണിക്കായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയത്. ഒരു 3:30 ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങി. അനസ്തേഷ്യയൊക്കെ തന്ന് കാല് അരക്ക് കീഴ്പോട്ട് മരവിപ്പിച്ച് ഉറങ്ങാനുള്ള കുത്തിവയ്പ്പും എല്ലാം കഴിഞ്ഞിട്ടാണ് സർജറി ചെയ്തത്. അതുകൊണ്ടൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, വേദന ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉറങ്ങിയും പോയി, മരവിച്ചിരിക്കുന്ന ആറിനൊന്നും അറിഞ്ഞതുമില്ല. ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് 4:30-6 മണിയോടുകൂടി റൂമിലോട്ട് കൊണ്ടുവന്നപ്പോൾ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. പെയിൻ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇവർ വന്നിട്ട് പെയിൻ കില്ലർ തരും. വേറെ കുഴപ്പമൊന്നുമില്ല. ബോറാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. ഈ കിടപ്പ് തന്നെയാണ്. കാല് അനക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. 28-ാം തീയതിയാണ് ആക്സിഡൻറ്റ് നടക്കുന്നത്. 29-ാം തീയതി ഫുള്ള് ഹോസ്പിറ്റലിൽ തന്നെ. അപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയപ്പോഴേക്കും 30-ാം തീയതി കാല് ഫുൾ ഡ്രസ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അഴിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസ്ചാർജ് ചെയ്യാം എന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് ഇരിക്കണം. അതിന് ഭയങ്കര ബോറാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന പരിപാടി. ഇന്നലെ ഇപ്പോൾ കുറേ പേര് കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് വരുത്തി ഞാൻ. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇന്നലെ കുറേ പേരെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെയാണ്. ഇന്ന് ചിലപ്പോൾ ഡിസ്ചാർജ് ആകും. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. ഇനി പല്ല് തേച്ച് ഫുഡ് കഴിക്കട്ടെ. സോ ഐ എം വെയിറ്റിംഗ് ഫോർ സീയിങ് ദാറ്റ് മാൻ. ആ പുള്ളിക്കാരനെ എന്നെ ഇടിച്ച് വിട്ട് വീണിട്ടും ആ വണ്ടി കൊണ്ട് എഴുന്നേറ്റ് പോയ പുള്ളിക്കാരനെ എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. എറണാകുളം സിറ്റി ഇത്ര മനോഹരമായിട്ട് ഞാൻ കാണുന്നത് ഈ ഹോസ്പിറ്റലിൽ കിടന്ന നാളുകളിലായിരുന്നു. ഒരേ സമയം എറണാകുളം ഉറങ്ങുന്നതും ഉണരുന്നതും എല്ലാം നല്ല ലൈവായിട്ട് കാണാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നു. എനിക്കൊരു ടൈം ലാപ്സ് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കാല് കൊണ്ട് എഴുന്നേറ്റ് പോയി ക്യാമറയിൽ നിന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നു ഞാൻ. പക്ഷേ ഹോസ്പിറ്റലിൽ കിടന്ന് വീക്കായ ടൈമിൽ പോലും ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തത് ഈ ഒരു വ്യൂ ആണ്. എൻ്റെ കാലിന് അത്യാവശ്യം നല്ല രീതിയിൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പോൾ കാലിൻ്റെ ഒരു സൈഡ് നല്ല രീതിയിൽ സ്കിന്ന് ചതഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് ഈ ചതവിൽ കൂടി നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത കുറച്ച് ബ്ലഡ് വരുന്നുണ്ട്. അത് പോകാൻ വേണ്ടിയിട്ട് ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ റൈറ്റ് ലെഗിലും കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി, കാരണം ഇന്നത്തെ ദിവസം ഡിസ്ചാർജ് ആകുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അങ്ങനെ ഡോക്ടറിനെ പോയി കണ്ടു വന്ന് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കുത്തി വെച്ചിട്ടുണ്ടായിരുന്ന സിറിഞ്ചും കാര്യങ്ങളൊക്കെ അവർ റിമൂവ് ചെയ്തു. ഓൾറെഡി ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതഴിച്ച് ആ ഉണ്ടായിരുന്ന ട്യൂബൊക്കെ അവർ റിമൂവ് ചെയ്ത് കളഞ്ഞു. രണ്ടാമത് കാല് ഡ്രസ്സിങ് ചെയ്ത് റൂമിൽ വന്നപ്പോഴേക്കും എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട്സൊക്കെ മേടിച്ചുകൊണ്ട് വന്ന കുറച്ച് ഫ്രൂട്ട്സും ബ്രെഡും കാര്യങ്ങളൊക്കെ റൂമിലുണ്ടായിരുന്നു. ഞാനും അമ്മച്ചും കൂടി അതൊക്കെ കഴിച്ചു. സോ ഗൈസ്, 2 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം ഇന്ന് ഡിസ്ചാർജ് ആകുവാണ്. അവർ ഇത് കഴിച്ചു.
അത് കഴിച്ചു. അപ്പോൾ ഡിസ്ചാർജ് ആയി നമ്മളപ്പോൾ ഇനി അതിൻ്റെ ബില്ലിങ്ങിന് കുറച്ച് കാര്യങ്ങൾ ടൈം എടുക്കും. ഇൻഷുറൻസ് ഉള്ളത് കാരണം അത് ക്ലിയർ ചെയ്യാൻ നല്ല ടൈമാവും. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരു 3-4-5 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും. സോ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവുകയാണ്. നമ്മുടെ ക്ലെയിമിൻ്റെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണിത്. അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയായി ഗൈസ്. രാവിലെ തൊട്ട് ഞങ്ങളിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് ഡിസ്ചാർജായി വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. ഗൈസ്, ഞങ്ങളുണ്ടല്ലോ, ഞാനും അമ്മച്ചിയും രാവിലെ ഡോക്ടർ ഡിസ്ചാർജ് ആയി എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്തത്. ഇതൊക്കെ നോക്ക്, കവറും ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം എത്രയെന്ന് പറയുമോ? 9 മണിയായി, രാത്രി 9 മണി. നമ്മൾ ഇതുവരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ബിക്കോസ് നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിം ആയിട്ടില്ല, അതായത് അപ്രൂവൽ വന്നിട്ടില്ല. അതിനു വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഫൈനലി അവരിപ്പോൾ വിളിച്ചു, നമ്മുടെ ക്ലെയിം അപ്രൂവൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉള്ളത് നല്ലതാണ് ഗൈസ്. എപ്പോഴാണ് നമുക്കത് ഉപകാരപ്പെടണമെന്ന് പറയാൻ പറ്റൂല. ഞാൻ വെറുതെ ഒരു രസത്തിനല്ല, കഴിഞ്ഞ മാസം വെറുതെ എടുത്തത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ്. വെറുതെ ഇരിക്കട്ടെ, ഞാൻ ഒരു റീല് കണ്ടപ്പോഴേക്കും ഒരാളുടെ ലൈഫിൽ മസ്റ്റായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ ഒരു ഡീറ്റെയിൽസ് കണ്ട്. അപ്പം അതിനകത്ത് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അപ്പം എന്നാൽ പിന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ HDFC ബാങ്കിൻ്റെയാണ് എടുത്തത്. പക്ഷെ അതെനിക്ക് എത്ര അടിപൊളിയായിട്ട് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. ഇന്ന് കുറച്ച് ഡിലേ ഉണ്ടായി ആ കമ്പനിയുടെ ഭാഗത്തുനിന്ന്, ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്കിത് ക്ലെയിം അപ്രൂവൽ ആകാൻ വേണ്ടിയിട്ട്. ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് ഡിലേ വന്ന് വാട്ടെവർ നമ്മൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും നമുക്കതിൻ്റെ അപ്രൂവൽ കിട്ടി. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുള്ളും താങ്ക്ഫുള്ളും ആയിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ ഫാമിലിയോടും കൂടിയാണ്.